പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടൂർ. പുരോഗമന കലാ സാഹിത്യ സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും പ്രാസംഗികനും എഴുത്തുകാരനും റിട്ടയർഡ് അധ്യാപകനുമായിരുന്ന അന്നൂരിലെ പി അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പല മുഖങ്ങളുണ്ടായിരുന്നു അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക്. നല്ല 1ാം തരം അധ്യാപകനായിരുന്നു, നല്ല നാടക പ്രവർത്തകനായിരുന്നു, നല്ല സംഘാടകനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു. ഇങ്ങനെ പല മുഖങ്ങളുണ്ട് മാഷ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഖങ്ങൾ. ഈ ഓരോ മുഖങ്ങളിലും മാഷ് ഓരോരോ രീതിയിൽ നമ്മളെ പ്രചോദിപ്പിക്കുകയും നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാത്ത, ഒരുപക്ഷെ ഇപ്പോൾ മാഷയെ സംഘാടകനായിട്ട് അറിയാം, സാംസ്കാരിക പ്രഭാഷകനായിട്ട് അറിയാം, എഴുത്തുകാരനായിട്ട് അറിയാം, അധ്യാപകനായിട്ട് അറിയാം. ഞാൻ ഓർക്കുന്ന വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സന്ദർഭം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പഴയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കോഴിക്കോട് കേന്ദ്രമായിട്ട് പണ്ട് സാഹിത്യ സമിതി എന്നുള്ള പേരിലൊരു ചെറിയ സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയെക്കുറിച്ച് ഞാനിവിടെ പറയാനുള്ള കാരണം, 1954 പുരോഗമന സാഹിത്യ പ്രസ്ഥാനം താൽക്കാലികമായ ഒരു അപജയത്തിന് വഴിപ്പെട്ടു പോയപ്പോൾ ഏതാണ്ട് 1970-കൾ വരെ, 70-കളുടെ തുടക്കം വരെ ആ രംഗത്ത് കാര്യമായി പ്രവർത്തനങ്ങളില്ലാതെ പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പല ചുമതലകളും ഏറ്റെടുത്ത് നടത്തിപ്പോകുന്നത് കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാഹിത്യ സമിതിയായിരുന്നു. അതിന് നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരായിരുന്നു. NV കൃഷ്ണവാര്യർ, SK പൊറ്റക്കാട്, MR ചന്ദ്രശേഖരൻ, NN കക്കാട്, അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു പോന്നിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുടെ സംഗമസ്ഥാനമായിരുന്നു വാസ്തവത്തിൽ അന്നത്തെ സാഹിത്യ സമിതി എന്ന് പറയുന്നത്. ഈ സാഹിത്യ സമിതി എല്ലാ വർഷവും തലശ്ശേരിയിൽ അവരുടെ ഒരു വാർഷിക യോഗം നടത്താറുണ്ടായിരുന്നു. തലശ്ശേരി ശാഖയുണ്ട് സാഹിത്യ സമിതിക്ക്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി ഒരുപക്ഷെ വടക്കേ മലബാറിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് MN വിജയ് മാഷും MS മേനോൻ മാഷും ഒക്കെ കൂടി ചേർന്ന് തലശ്ശേരി സാഹിത്യ സമിതിയുടെ വാർഷികവും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ സാഹിത്യ സമിതിക്ക് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, മാനദണ്ഡം എന്നായിരുന്നു ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര്. മാനദണ്ഡം എന്നുള്ള മാസിക പിന്നീട് സാഹിത്യ സമിതി മാസിക എന്നുള്ള പേരിൽ അതിൻ്റെ പേര് മാറ്റി, ഡിക്ലറേഷനും മറ്റുമൊക്കെ കൊടുത്ത പേര് മാറ്റുകയുണ്ടായി. ദീർഘകാലം ആ പ്രസിദ്ധീകരണം സാഹിത്യ സമിതി മാസിക പ്രസിദ്ധീകരിച്ചത് പിന്നീട് പയ്യന്നൂരിൽ നിന്നായിരുന്നു. പയ്യന്നൂരിൽ നിന്ന് ആ മാസിക പ്രസിദ്ധീകരിക്കേണ്ട ഒരു പ്രധാന കാരണം, പയ്യന്നൂരിൽ അന്ന് പയ്യന്നൂർ കോളേജിൽ MR ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. MRC ആണ് അതിൻ്റെ പത്രാധിപത്യവും ഏറ്റെടുത്ത് നടത്തിപ്പും എല്ലാം ചെയ്തു പോന്നിരുന്നതെങ്കിൽ പോലും ആ സാഹിത്യ സമിതി മാസികയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പിറകിലെ ഏറ്റവും വലിയ ചാലക ശക്തി അന്ന് അപ്പുക്കുട്ടൻ മാഷായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. അപ്പുക്കുട്ടൻ മാഷെ കുറിച്ചുള്ള ഒരു അനുസ്മരണ യോഗം ഒരു നിരുന്മേഷത്തിലോ വിഷാദാത്മകതയിലോ പോകേണ്ട ഒന്നല്ല എന്നാണ് ഞാനെപ്പോഴും ധരിക്കുന്നത്. അതിൻ്റെ കാരണം നേരത്തെ മോഹനമാഷ് ഓർമ്മിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും ഒരു മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു അപ്പുക്കുട്ടൻ മാഷ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വ്യാപരിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ നിരവധി മേഖലകൾ എടുത്തു നോക്കുമ്പോഴും എപ്പോഴും നമ്മുടെ മുഴുവൻ ഉള്ളിൽ
നിൽക്കുന്നത് ഇതുപോലെ ഒരു പ്രസംഗവേദിയിൽ, ഒരു പ്രഭാഷണ വേദിയിൽ വന്നു നിന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു അപ്പുകുട്ടൻ മാഷയാണ്. എത്രയെത്രയോ സാഹിത്യ ലേഖനങ്ങൾ, തുടർച്ചയായി കോളങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങൾ ഈ പറഞ്ഞതുപോലെ അക്ഷഹൃദയവും പിന്നീട് നാം നടത്തിയ ദീപ്തയാത്രയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സുരേഷിൻ്റെ ഒക്കെ മുൻകൈയോടെ അന്ന് പുറത്തിറക്കിയ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങളും അല്ലാതെ വേറെ കൃതികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പ്രഭാഷണങ്ങൾ, സാമൂഹികമായ ഇടപെടലുകൾ, സംഘടനാ രംഗത്ത് നടത്തിയ വളരെ സർഗാത്മകവും ദിശാബോധം നിറഞ്ഞതുമായ ഇടപെടലുകൾ, ഇവയൊക്കെ എത്രത്തോളമാണ് നമ്മുടെ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ, കെ കെ ഗംഗാധരൻ, പി വി കുഞ്ഞപ്പൻ, പി കെ സുരേഷ് കുമാർ, കെ ആർ സരളാബായി, കെ വി പ്രശാന്ത് കുമാർ, എം രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.